students, myself Devika. Welcome to my class. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബോർഡ് എക്സാമിന് നീറ്റ് എക്സാമിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഏത് ചാപ്റ്ററിലെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായത് എന്താണ്? നമ്മുടെ ആൻജിയോസ്പെർം അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ നമ്മൾ 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതേതൊക്കെയായിരുന്നു? പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഇതിൽ പ്രീ ഫെർട്ടിലൈസേഷനെ പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ ഗമീറ്റോജെനിസിസ്, ഗമീറ്റ് ട്രാൻസ്ഫർ, ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് ഗമീറ്റോജെനിസിസ്, ഗമീറ്റ് ട്രാൻസ്ഫറിൽ വരുന്നത്? ഗമീറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ഗമീറ്റ് അതേപോലെ ഫീമെയിൽ ഗമീറ്റ്, ഇവരെ രണ്ടുപേരെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ പ്രോസസ്സുകളായിരുന്നു ഗമീറ്റോജെനിസിസിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ മെയിലും ഫീമെയിലും പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇവരെ നമ്മൾ, കാരണം ഇവർക്കും നമ്മളുടെ ആൻജിയോസ്പെർം പ്ലാന്റ്സിൽ എന്താണ്, ഇവർക്ക് മൊബിലിറ്റി അല്ലെങ്കിൽ മോർട്ടാലിറ്റി ഇല്ല. അപ്പോൾ ഇവരെ നമ്മൾ കോണ്ടാക്റ്റിൽ എത്തിക്കണം അല്ലേ? ഇവരെ തമ്മിൽ നമുക്ക് കോണ്ടാക്റ്റിൽ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോസസ്സായിരുന്നു ഗമീറ്റ് ട്രാൻസ്ഫർ. ഗമീറ്റ് ട്രാൻസ്ഫറിൽ മെയിനായിട്ട് വരുന്ന കാര്യമായിരുന്നു പോളിനേഷൻ. അപ്പോൾ പോളിനേഷൻ മെത്തേഡ്സ്, പോളിനേറ്റിംഗ് ഏജൻസ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് നമ്മുടെ ആക്ച്വൽ പ്രോസസ്, ദാറ്റ് ഈസ് ദ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നമ്മുടെ ആൻജിയോസ്പെർം പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഈ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 2 ഇവന്റ്സ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ? 2 ഇവന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ 2 ഇവന്റ്സ്? നമുക്ക് നോക്കിയാലോ? ഓക്കെ, പോവാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ എഗ് ഫീമെയിൽ ഗമീറ്റും നമ്മളുടെ മെയിൽ ഗമീറ്റും ഇവിടെ പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തായിരുന്നു? നമ്മുടെ പോളൻ ഗ്രെയിന്, എംബ്രിയോ സാക്ക് അല്ലെ? എംബ്രിയോ സാക്കിന്റെ പ്ലോയിഡി എന്തായിരുന്നു? ഒന്ന് റീകളക്ട് ചെയ്ത്, എന്തായിരുന്നു എംബ്രിയോ സാക്കിന്റെ പ്ലോയിഡി? 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് സ്റ്റേജിലാണ് അല്ലേ? എങ്ങനെയാണ് ഈ 8 ന്യൂക്ലിയേറ്റഡ് 7 സെല്ലിലോട്ട് വരുന്നത്? എന്താണ്? നമ്മുടെ സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയസ് ഉണ്ട്. ഡൈകാരിയോൺ സ്റ്റേജിലാണ്. അവർ ഫ്യൂഷൻ നടത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 ന്യൂക്ലിയസ് ആണ്, പക്ഷെ ഒരു സെല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരെ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് എന്ന് പറയുന്നത്, നമ്മുടെ എംബ്രിയോ സാക്ക്. അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മളുടെ എന്താണ് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗമീറ്റോഫൈറ്റിന്റെ സ്ട്രക്ചർ നോക്കിയപ്പോൾ നമുക്കറിയായിരുന്നു വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ഉണ്ട് അല്ലേ? വെജിറ്റേറ്റീവ് സെൽ എന്താ ചെയ്യുന്നത്? നമ്മളുടെ മെയിൽ ഗമീറ്റ്സ്, ഡെവലപ്പിംഗ് മെയിൽ ഗമീറ്റ്സിനുള്ള നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വെജിറ്റേറ്റീവ് സെൽ. ദാറ്റ് ഈസ് ദ ലാർജ് സെൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത് നമ്മുടെ ജനറേറ്റീവ് സെല്ലിൽ നിന്നാണ് 2 മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്. ചില പ്ലാന്റ്സിൽ നമുക്കറിയാം 2 സെൽഡ് സ്റ്റേജിലായിരിക്കും ഷെഡ് ചെയ്യുക, ചില പ്ലാന്റ്സിൽ 3 സെൽഡ് സ്റ്റേജിലായിരിക്കും ഷെഡ് ചെയ്യുക. അപ്പൊ 2 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെല്ല്, ജനറേറ്റീവ് സെല്ല്. പക്ഷെ 3 സെൽഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താ? വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, 2 മെയിൽ ഗമീറ്റ്സും നമ്മുടെ ജനറേറ്റീവ് സെല്ലിൽ നിന്നും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ 3 സെൽഡ് സ്റ്റേജിലായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ വരച്ചേക്കുന്നത് 3 സെൽഡ് സ്റ്റേജിലാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ട് അല്ലേ? റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ട്. നമ്മളുടെ താരം ആരാ? എഗ് സെൻട്രലി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡ് കളറിൽ, കാണാലോ. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളുടെ ഈ മെയിൽ ഗമീറ്റ് എങ്ങനെയാണ് നമ്മുടെ ഈ മൈക്രോപൈലർ എൻഡിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് എത്തുന്നത്? പോളൻ ട്യൂബ് വഴിയാണ് അല്ലേ? പോളൻ ട്യൂബ് ജെർമിനേഷൻ വഴിയാണ് നമ്മളുടെ മൈക്രോപൈലർ എൻഡിൽ എത്തുന്നത്. അപ്പോൾ ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നു. പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യാണ്. പോളൻ ട്യൂബിൽ ആരുണ്ട്? നമ്മുടെ
രണ്ട് മെയിൽ ഗമീറ്റ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് മെയിൽ ഗമീറ്റ്സ് നമ്മുടെ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തു. ഇത് ഏത് എൻഡാണ്? മൈക്രോപൈലാർ എൻഡ്. ഓക്കെ, എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മൈക്രോപൈലാർ എൻഡിലേക്ക് മെയിൽ ഗമീറ്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് മെയിൽ ഗമീറ്റ് ഉണ്ട്. രണ്ടുപേരുടെയും പ്ലോയിഡി എങ്ങനെയാണ്? ഹാപ്ലോയിഡ് കണ്ടീഷനിലാണ് അല്ലേ? ഇവിടെ നമ്മുടെ ഫീമെയിൽ ഗമീറ്റ് ഉണ്ട്. ആരാണ്? എഗ്. എഗിന്റെ പ്ലോയിഡി എന്താണ്? എന്നാണ് അല്ലേ? ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഇനി സെൻട്രൽ സെല്ലിന്റെ പ്ലോയിഡി ഒന്ന് പറഞ്ഞേ. സെൻട്രൽ സെല്ല് ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് പേരുണ്ട്. രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ദേ കണ്ടില്ലേ? രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഞാൻ ഡിസ്റ്റിന്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വേറെ കളറിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. 2n രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഗമീറ്റ്, that is the first male gamete, one male gamete fuses with the egg. Okay, this is the first process. ഒരു മെയിൽ ഗമീറ്റ് നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടത്തുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് സിൻഗമി. This process is called syngamy. Okay, അപ്പോൾ സിൻഗമി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫോം ചെയ്യുക? നമ്മുടെ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റുമാണ് ഫ്യൂഷൻ നടത്തിയത്. സൈഗോട്ട് ഫോം ചെയ്യുക. സൈഗോട്ട്. അപ്പോൾ സൈഗോട്ട് ഫോം ചെയ്തിരിക്കുന്നു. സൈഗോട്ടിന്റെ പ്ലോയിഡി എന്താ? 2n. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്, രണ്ട് പ്രോസസ് ഉണ്ടെന്ന് അറിയാം ഡബിൾ ഫെർട്ടിലൈസേഷനിൽ. അതിൽ ഫസ്റ്റ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് മെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടത്തിയിട്ട് എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിന്റെ പ്ലോയിഡി n+n 2n. അപ്പൊ ഈ സൈഗോട്ട് ഫർദർ എന്തായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക? നമ്മുടെ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരാളും കൂടെ ഉണ്ട്. ഇവരുടെ രണ്ടുപേരും ഫ്യൂഷൻ മാത്രമാണ് ഇപ്പൊ നമുക്ക് നടന്നിട്ടുള്ളത്. ഇനി ആരുണ്ട്? ഒരു മെയിൽ ഗമീറ്റ് കൂടെ ഉണ്ട്. ഈ മെയിൽ ഗമീറ്റ് ആരുമായിട്ടായിരിക്കും ഫ്യൂഷൻ നടത്തുക? നമുക്ക് നോക്കാം. ഈ മെയിൽ ഗമീറ്റും നമ്മുടെ സെൻട്രൽ സെല്ലില്ലേ, സെൻട്രൽ സെല്ലിലും കൂടെ ഫ്യൂഷൻ നടത്തുന്നു. മെയിൽ ഗമീറ്റും സെൻട്രൽ സെല്ലും കൂടെ ഫ്യൂഷൻ നടത്തുന്നു. മെയിൽ ഗമീറ്റ് one male gamete plus central cell എന്താ ഫോം ചെയ്യുന്നേ? ഇവിടെ ഫോം ചെയ്യുന്നതാണ് പെൻ. ദാറ്റ് മീൻസ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. എന്താണ്? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ഇവിടെ എത്ര ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്? 1 + 2 + 3. 3 ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. മുമ്പേ നമുക്ക് രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിരുന്നു ഫ്യൂഷൻ നടന്നതെങ്കിൽ ഇവിടെ 3 ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. 1 2 3. സോ ട്രിപ്ലോയിഡ് കണ്ടീഷനിലേക്കാണ് പോകുന്നത്. ട്രിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും. പെൻ എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്ലോയിഡ് കണ്ടീഷൻ. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ, ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ സിൻഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ സിൻഗമി പ്ലസ് നമ്മളുടെ ട്രിപ്പിൾ ഫ്യൂഷൻ, ഇങ്ങനെ രണ്ട് ഇവന്റ്സ് നടക്കുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എവിടെയായിരുന്നു നടക്കുന്നത്? ആൻജിയോസ്പെർമ്സിലാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു.